സത്യം പറഞ്ഞു. അവൾ എന്തിനാ അവളെ വിളിച്ചുകൊണ്ട് പോയത്? ഗൗതമിനെ കസേരയിലിരുത്തി അവൻ്റെ മുന്നിൽ കസേരയിട്ടിരുന്ന് ഡാനി അവനെ ചോദ്യം ചെയ്യുകയാണ്. ഗൗതമാണെങ്കിൽ ആകെ പേടിച്ചു പോയി. സത്യം പറഞ്ഞ ഡാനി തല്ലിയാലോ എന്നവൻ ഓർത്തു. നുണ പറഞ്ഞ സത്യം കണ്ടുപിടിച്ചാലും വഴി കിട്ടും. അവനാകെ പെട്ട അവസ്ഥയായി. നീ പറയുന്നുണ്ടോ അതോ ഞാൻ പറയിപ്പിക്കണോ? സത്യമായിട്ടും എനിക്കറിയില്ല. അവളുടെ വാല് പോലെ നടക്കുന്ന നിനക്കറിയില്ലെന്ന് പറഞ്ഞ അത് വിശ്വസിക്കാൻ ഡാനി വെറും ഉണ്ണാക്കനല്ല. അവൾ എന്തെങ്കിലും കൊട്ടേഷൻ കൊടുക്കാൻ വേണ്ടി ആയിരിക്കും. ഗൗതം പറയുന്നത് കേട്ട് ഡാനി അവനെ രൂക്ഷമായി നോക്കി. ഗൗതം രക്ഷപ്പെടാനുള്ള വഴി തിരയുകയാണ്. നീ ഇടിക്കുള ഇടിക്കുള എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഞാൻ ഡ്രാക്കുള ഡ്രാക്കുള എന്ന് കേട്ടിട്ടുണ്ട്. എന്നാലും കേട്ടോ, അതെൻ്റെ വട്ടപ്പേരാണ്. എൻ്റെ ഇടി കണ്ട് നാട്ടുകാരിട്ടതാ. രാവിലെ വെറും വയറ്റിൽ തന്നെ ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. അയ്യോ വേണ്ട, ഞാൻ പറയാം, എന്നെ കൊല്ലല്ലേ. എന്ന മര്യാദയ്ക്ക് പറ. എന്തു വന്നാലും വേണ്ടില്ല, സ്വന്തം ജീവനാണ് വലുത് എന്നവൻ കരുതി. മാത്രമല്ല, എന്നായാലും അവൻ അറിയുകയും ചെയ്യും. ഗൗതം അഞ്ജലിയുടെ കാര്യമെല്ലാം ഡാനിയോട് പറയാൻ തീരുമാനിച്ചു. അവൾക്ക് ശിവയെ ഇഷ്ടമാണ്, അത് പറയാൻ കൊണ്ടുപോയതാ. ഗൗതം പറയുന്നത് കേട്ട് ജാനി ഞെട്ടി. അവൻ ഇരുന്നിടത്തു നിന്നും എഴുന്നേറ്റു. ചിരിക്കണോ കരയണോ എന്നറിയാത്ത അവസ്ഥയായിരുന്നു. ഡാനിയുടെ മുഖഭാവം കണ്ട് ഗൗതം അന്തം വിട്ടു. ഡാനി ചിരിച്ചുകൊണ്ട് ഗൗതമിനെ കെട്ടിപ്പിടിച്ചു. അടി പ്രതീക്ഷിച്ച തനിക്ക് കെട്ടിപ്പിടുത്തം കിട്ടിയ ഷോക്കിൽ ഗൗതം വാപൊളിച്ചു. ഇതേ സമയം വിയർപ്പ് തുള്ളികൾ അഞ്ജലിയുടെ നെറ്റിയിലും കഴുത്തിലും ഒഴുകിയിറങ്ങി. വെയിലിന്റെ ചൂടിനേക്കാൾ അവളെ ഒരുക്കിയത് ശിവയുടെ ഭാവമായിരുന്നു. ശിവ തിരിഞ്ഞു നിന്ന് മുഷ്ടി ചുരുട്ടി നിൽക്കുന്നത് കണ്ട് അവൾ പിടയുന്ന ഹൃദയത്തോടെ നിന്നു. കുറച്ചു കഴിഞ്ഞിട്ടും അവനിൽ നിന്നും യാതൊരു പ്രതികരണവും ഇല്ലാതെ വന്നതും അഞ്ജലിയും ശിവയുടെ മുന്നിലേക്ക് കയറി നിന്നു. ശിവ അവളെ നോക്കാതെ കടലിലേക്ക് നോക്കി. ഈ റൗഡിയുടെ പെണ്ണായിട്ട് എന്നെ ആ കൊച്ചു വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൂടെ? അവൾ വീണ്ടും പറഞ്ഞതും ശിവയുടെ ദേഷ്യം നിയന്ത്രണം വിട്ടു. അവൻ്റെ കൈകൾ അവളുടെ കവിളിൽ പതിഞ്ഞു. അഞ്ജലി കവിളിൽ കൈവച്ച് നിറഞ്ഞ മിഴികളോട് അവനെ നോക്കി. ശിവ ഒന്നും പറയാതെ ബൈക്കിൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങിയതും അഞ്ജലി അവന് മുന്നിൽ തടസ്സം സൃഷ്ടിച്ചു. അവൻ്റെ കത്തുന്ന മിഴികൾ കണ്ട് അഞ്ജലി പേടിച്ചില്ല. അവൾക്കപ്പോൾ അവളുടെ പ്രണയമായിരുന്നു വലുത്. അവൻ്റെ കണ്ണുകൾ ആദ്യം മുടക്കിയത് ചുവന്നു തുടുത്ത അവളുടെ കവിളിലായിരുന്നു. അത് കണ്ടതും ഉള്ളം നീറുന്നത് ശിവ അറിഞ്ഞെങ്കിലും അവനത് മനഃപൂർവ്വം ഒളിപ്പിച്ചു വെച്ചു. ആളുകളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് കണ്ടതും ശിവ വേഗം പോവാൻ നോക്കി. മാറടി മുന്നിൽ നിന്ന്. എനിക്ക് ഉത്തരം കിട്ടാതെ ഞാൻ പോവില്ല. എൻ്റെ കയ്യിൽ നിന്ന് ഇനിയും കിട്ടും. കുഴപ്പമില്ല, പക്ഷെ എനിക്കിതിന് മറുപടി കിട്ടണം. യെസ് ഓർ നോ. പൊടിപ്പുല്ലേ. അവളെ തള്ളി മാറ്റി ശിവ ബൈക്കിൽ കയറിയിരുന്നു. അഞ്ജലി വേഗം ബൈക്കിൽ നിന്നും ചാവിയെടുത്തു. ശിവ അവളെ തുറിച്ചു നോക്കിയതും അഞ്ജലി വേഗം പുറകിലേക്ക് നീങ്ങി. ഇനിയും തല്ലുമോ എന്നൊരു പേടി അവൾക്കുണ്ടായിരുന്നു. ചാവി താടി. ഇല്ല, എന്നോട് പറയാതെ ഞാൻ വിടില്ല. ശിവ ദേഷ്യത്തിൽ ബൈക്കിൽ നിന്നും ഇറങ്ങി. അഞ്ജലിയുടെ അടുത്തേക്ക് നടന്നതും അഞ്ജലി വേഗം പുറകിലേക്ക് നീങ്ങി. നിന്നെപ്പോലെയുള്ള കാശുള്ള വീട്ടിലെ പെൺകുട്ടികൾക്ക് അങ്ങനെ പലതും തോന്നും. അതിന് പ്രേമിക്കാൻ നിന്ന് തരലല്ല എൻ്റെ പണി. നീ പോയി വേറെ ആളെ നോക്ക്. എൻ്റെ ഇഷ്ടം അങ്ങനെയാണോ തോന്നിയത്? എനിക്കാദ്യമായി പ്രണയം തോന്നിയത് തന്നോടാണ്. അവസാനമായും അത് തന്നോട് മാത്രമായിരിക്കും. അഞ്ജലിയുടെ വാക്കുകൾ അവൻ്റെ ഹൃദയത്തിൽ ചെന്ന് കൊണ്ടു. പക്ഷെ അവൻ്റെ നിലപാടോ ഭാവമോ മാറിയില്ല. അവൾ വീണ്ടും വീണ്ടും അത് തന്നെ പറയുമ്പോൾ അവന് കൂടുതൽ കൂടുതൽ ദേഷ്യം വന്നു. മര്യാദയ്ക്ക് തന്നോ, അല്ലെങ്കിൽ ആളുടെ മുന്നിൽ വെച്ച് നിനക്ക് ഇനിയും കിട്ടും. തരാം, പക്ഷേ താൻ ഇവിടെ വന്ന് എനിക്കൊരു മറുപടി തരാതെ ഞാൻ ഇവിടെ നിന്ന് പോവില്ല. ഇവിടെ ഈ മരച്ചുവട്ടിൽ കാത്തിരിക്കും. ഇത് വെറുതെ പറയല്ല. എന്തൊക്കെ സംഭവിച്ചാലും അഞ്ജലി ഇവിടെ നിന്നും പോവില്ല. അത്രയും പറഞ്ഞ് അഞ്ജലി ശിവയ്ക്ക് നേരെ ചാവി നീട്ടി. ശിവ അവളെ തന്നെ നോക്കി. അവളുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു. ശിവ ചാവി വാങ്ങിയതും അഞ്ജലി തിരിഞ്ഞു മരച്ചുവട്ടിൽ തന്നെ പോയിരുന്നു. ശിവയെ നോക്കാതെ അവൾ കടലിലേക്ക് മിഴികൾ പായിച്ചു. ശിവ ബൈക്കെടുത്ത് പോകുമ്പോൾ ഒരിക്കൽ കൂടെ അഞ്ജലിയെ നോക്കി. അപ്പോൾ ശിവയ്ക്കും അവളെ ഇഷ്ടമാണോ? ആണെന്നാ തോന്നുന്നത്. പക്ഷെ അവൻ തുറന്നു പറയുന്നില്ല. ഡാനി പറയുന്നത് കേട്ട് ഗൗതമിന് സന്തോഷം തോന്നി. ശിവയ്ക്കും അങ്ങനെ ഒരു ഇഷ്ടമുണ്ടെങ്കിൽ അവർ തമ്മിൽ സെറ്റായിട്ടുണ്ടാവുമെന്ന് കരുതി ഗൗതം സന്തോഷിച്ചു. അപ്പോൾ അവർ തമ്മിലെല്ലാം പറഞ്ഞു ശരിയായിട്ടുണ്ടാകുമല്ലേ? ഒരിക്കലുമില്ല. നിനക്ക് ശിവയെ അറിയില്ല. അവളെ മിനിമം ഒരടിയെങ്കിലും അവൾക്ക് കിട്ടിയിട്ടുണ്ടാകും. അയ്യോ, അവനെ ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ തല്ലുന്നേ? ഡാ പൊട്ട. ശിവ അവൻ്റെ ഇഷ്ടം പുറത്തു കൊണ്ട് വന്നിട്ടില്ല. അതുകൊണ്ട് അവനത് തുറന്നു പറയില്ല. ഇഷ്ടമാണെങ്കിൽ പിന്നെന്താ പറഞ്ഞാൽ? അതാണ് ശിവ. അവൻ്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട്.
ആദ്യം അത് കണ്ടുപിടിക്കണം, എന്നിട്ട് അവൻ്റെ പ്രണയം പുറത്തു കൊണ്ടുവരണം. ഡാനിയുടെ വാക്കുകൾ കേട്ട് ഗൗതം ചിന്തയിലാണ്ടു. ഡാനിയും ഗൗതമും പുറത്തു നിൽക്കുവാണ്. അപ്പോഴാണ് ശിവയുടെ ബൈക്ക് വരുന്നത് അവൾ കണ്ടത്. പുറകിൽ അഞ്ജലി ഇല്ലെന്ന് കണ്ടതും ഗൗതം പേടിച്ചു. അവളെ ശിവ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന് വരെ അവൻ ചിന്തിച്ചു. ഡാനിയും അതേ ചിന്തയിലായിരുന്നു. ശിവദേശത്തിൽ കയറി വരുന്നത് കൂടെ കണ്ടതും ഡാനി കാര്യങ്ങൾ ഏകദേശം കണക്ക് കൂട്ടി. മുകളിൽ വന്നതും ശിവ ഗൗതമിനെ കണ്ടതും അവൻ്റെ നേരെ പാഞ്ഞു. ഗൗതം പേടിച്ച് ഡാനിയുടെ പുറകിലേക്ക് നീങ്ങി നിന്നു. ഡാനിക്കും ശിവയുടെ ഭാവം കണ്ട് ചെറിയ പതർച്ച തോന്നി. അവളാ കടപ്പുറത്തുണ്ട്, വേഗം വിളിച്ചുകൊണ്ട് പൊയ്ക്കോ. അത്രയും പറഞ്ഞ് ശിവ അകത്ത് കയറി വാതിലടച്ചു. ഗൗതം ഡാനിയെ നോക്കി. ഡാനി ഗൗതമിനെ നോക്കി ഇളിച്ചു കൊടുത്തു. അല്ല, തൻ്റെ വട്ടപ്പേരെന്തോന്നാ പറഞ്ഞത്? ഇടിക്കുള. അയ്യ, ഞാൻ കണ്ടു. ശിവ വന്നപ്പോൾ പേടിച്ച് പുറകിലേക്ക് നീങ്ങിയത്. അത് പിന്നെ ഗുരുഭക്തി. മനസ്സിലായി. ഇടിക്കുള എന്ന പേര് അവൻ്റെ ഇടി കിട്ടിയ ഒരു പേരാണെന്ന്. അത് നീ വിട്ടേ. അവൻ്റെ പോക്ക് കണ്ട് അവൻ അവളെ ഇട്ടിട്ട് പോകുന്ന മട്ടാണ്. നീ വേഗം അവളുടെ അടുത്ത് പോ. ഡാനി പറഞ്ഞപ്പോഴാണ് അഞ്ജലി ഒറ്റയ്ക്കാണെന്ന് ഗൗതം ഓർത്തത്. അവൻ അപ്പോൾ തന്നെ അവിടെ നിന്നും ഇറങ്ങി. പോരുമ്പോൾ ഡാനി ഗൗതമിൻ്റെ നമ്പർ വാങ്ങിയിരുന്നു. ഗൗതം വരുമ്പോഴും അഞ്ജലി അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഗൗതം അവിടെ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ അഞ്ജലിയെ വിളിച്ചിരുന്നു. അവൾ പറഞ്ഞത് പ്രകാരം അവൻ അവളിരിക്കുന്ന ഇടം പെട്ടെന്ന് തന്നെ കണ്ടെത്തി. കാറ് നിർത്തി ഗൗതം അവളുടെ അടുത്തേക്ക് ഓടി വന്നു. നീ എന്താ ഇവിടെ ഇരിക്കുന്നേ? നീ ആദ്യം ഇവിടെ ഇരിക്ക്. അഞ്ജലിയുടെ അടുത്തിരുന്നപ്പോഴാണ് ഗൗതം അവളുടെ കവളിൽ തിണർത്ത് കിടക്കുന്ന കൈവിരലുകളുടെ പാട് കണ്ടത്. അത് കണ്ടതും ഗൗതം അഞ്ജലിയുടെ കവളിൽ പതിയെ തലോടി. കിട്ടിയല്ലേ? നിറഞ്ഞ മിഴികളോടെ ചിരിച്ചുകൊണ്ട് അഞ്ജലി ഗൗതമിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ച് ഗൗതം ചുട്ടുപൊള്ളുന്ന ആ മണൽ പരപ്പിലേക്ക് നോക്കി. അഞ്ജലി നടന്നതെല്ലാം ഗൗതമിനോട് പറഞ്ഞു. അവൻ എന്താ പറഞ്ഞത്? ഇഷ്ടമല്ലെന്ന് പറഞ്ഞു? ഇല്ല, രണ്ടും പറഞ്ഞില്ല. ആകെ ദേഷ്യം മാത്രം. ഉള്ളിലെ സങ്കടമടക്കി അഞ്ജലി പറയുമ്പോൾ ഗൗതം ഡാനി പറഞ്ഞത് ഓർത്തു. ശിവയുടെ മനസ്സിൽ അഞ്ജലിയോട് ഇഷ്ടമുണ്ടെങ്കിൽ അവൻ്റെ മുന്നിലെ തടസ്സം എന്താണെന്ന് കണ്ടുപിടിക്കണം. എനിക്കറിയണം ഗൗതം. ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറഞ്ഞൂടെ? ഇത് ദേഷ്യപ്പെട്ട എങ്ങനെ അറിയാം? അവന് ഇഷ്ടമല്ലെങ്കിൽ നീ എന്ത് ചെയ്യും? ഗൗതം പറയുന്നത് കേട്ട് അഞ്ജലി തല ഉയർത്തി അവനെ ഒന്ന് നോക്കി. പറ, നിന്നെ ആക്സെപ്റ്റ് ചെയ്ത ഒരുപാട് പ്രശ്നവും മുന്നിലുണ്ട്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ നീ എന്താ ചെയ്യാന്ന്? ഞാൻ വിട്ടുകൊടുക്കില്ല. എൻ്റെ പ്രണയം എനിക്ക് വേണം. അത് കിട്ടാൻ ഏതറ്റം വരെയും ഞാൻ പോകും. അഞ്ജു, ബി സീരിയസ്. അവൻ്റെ മനസ്സിലില്ലാത്തൊരിഷ്ടം നിനക്ക് എങ്ങനെ ഉണ്ടാക്കാൻ കഴിയും? പിടിച്ചു വാങ്ങേണ്ടതല്ല സ്നേഹം. ഗൗതം പറയുന്നത് കേട്ട് അഞ്ജലി മുഖം താഴ്ത്തി. ഗൗതം പറയുന്നത് ശരിയാണെന്ന് അവൾക്കറിയാമായിരുന്നു. ഇല്ലാത്ത സ്നേഹമുണ്ടാക്കാൻ കഴിയില്ല. ഇനി നേടിയാലും അത് ആത്മാർത്ഥമായതാവില്ല. ശിവൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറഞ്ഞ അഞ്ജലി പിന്നെ അവൻ്റെ പുറകെ പോവില്ല. പക്ഷെ അവൻ പറയണം. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി എഴുന്നേറ്റു. അവൾ അടുത്തുള്ള ചെറിയ ഒരു കടയിൽ പോയി വെള്ളം വാങ്ങി. അവൾ തിരിച്ചു വരുമ്പോഴാണ് ഗൗതമിൻ്റെ ഫോൺ റിങ് ചെയ്തത്. അറിയാത്ത നമ്പർ കണ്ട് അവൻ സംശയത്തോടെ എടുത്തു. ഡാനിയാണെന്ന് അറിഞ്ഞതും ഗൗതം കുറച്ച് മാറി നിന്ന് ഡാനിയോടെല്ലാം പറഞ്ഞു. ഗൗതം ഫോൺ കട്ടായത് വീണ്ടും അഞ്ജലിയുടെ അടുത്ത് വന്നിരുന്നു. ഡി, അവൻ വന്നില്ലെങ്കിലോ? നീ ഇവിടെ തന്നെ ഇരിക്കാനാണോ പ്ലാന്? അങ്കിൾ വിളിച്ചാൽ എന്തു പറയും? പപ്പയോട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം. ശിവ വരാതെ ഞാൻ വരില്ല. അഞ്ജലി തീരുമാനത്തിൽ ഉറച്ചു തന്നെ നിന്നു. നട്ടുച്ച വെയിലിൽ അവൾ വാടിയതുപോലെ തോന്നി ഗൗതമിന്. അവളെ ഇങ്ങോട്ട് എന്തെങ്കിലും കഴിക്കാൻ പോകാൻ നിന്നെങ്കിലും അവൾ വന്നില്ല. നിന്റെ പ്രണയത്തിന് വെയിൽ കൊള്ളുന്നതും പട്ടിണി കിടക്കുന്നതും ഞാനാണ്. നിന്നെ ആരും ഇങ്ങോട്ട് ക്ഷണിച്ചില്ലല്ലോ. എനിക്കിത് കേൾക്കണോടി. ഒറ്റയ്ക്കിരുന്ന് വെയിൽ കൊള്ളണ്ടെന്ന് കരുതി കമ്പനി തന്ന എനിക്കിത് തന്നെ കിട്ടണം. അഞ്ജലി അവൻ്റെ കൈ പിടിച്ച് അവൻ്റെ അരികിലേക്ക് നീങ്ങിയിരുന്നു. അവരുടെ സൗഹൃദത്തിൻ്റെ മറ്റൊരു മുഖം കൂടെ ആയിരുന്നു അത്. എന്തിനും കൂടെ നിൽക്കുന്ന ഗൗതം. അവളുടെ ഇഷ്ടത്തിനു വേണ്ടി അവൻ എന്തിനും തയ്യാറായിരുന്നു. കൂടപ്പിറപ്പിൻ്റെ സ്നേഹത്തേക്കാൾ അവർ സ്നേഹിച്ചതൊരു സുഹൃത്തുക്കളെ പോലെയായിരുന്നു. നീ പോത്തെ, ഞാൻ വല്ലവിളയും വളക്കാൻ ഇതുപോലെ വെയിലത്തിരിക്കുമ്പോൾ നീയും കൂടെ വരണം കേട്ടോ. ഇല്ലെങ്കിലുണ്ടല്ലോ. അയ്യടാ, അങ്ങനെ ആപ്പൂപ്പ പെണ്ണിനെ ഒന്നും നീ നോക്കണ്ട. നിനക്കൊരു അടാറായിട്ടും എവിടെയോ കാത്തിരിപ്പുണ്ട്. അവളുടെ സങ്കടം മാറ്റാൻ വേണ്ടി ഗൗതം അവളോട് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരുന്നു. അവൻ്റെ ഓരോ തമാശയും ചിരിക്കുമ്പോഴും അഞ്ജലിയുടെ ഹൃദയം പിടയുന്നുണ്ടായിരുന്നു. ശിവയെ ഓർത്ത്. അവൻ വരുമോ എന്നോർത്ത്. രാത്രിയായിട്ടും ശിവ പുറത്തു പോകുന്നില്ലെന്ന് കണ്ടതും ഡാനിക്ക് ദേഷ്യം വന്നു. അവൻ ഡ്രസ്സ് മാറ്റി ശിവയുടെ അടുത്ത് പോയി. ആ പെണ്ണ് ഇത്രയും സമയം നിനക്ക് വേണ്ടിയാണ് കാത്തു നിന്നത്.
നിനക്കിഷ്ടമല്ലെങ്കിൽ അത് പോയി പറയടാ എന്നവൾ പോകില്ലേ? ശിവ മറുപടിയൊന്നും പറയാതെ മുഖത്ത് കൈവച്ച് കസേരയിൽ ചാരിയിരിക്കുവായിരുന്നു. അവൻ്റെ മനസ്സിൽ അഞ്ജലിയുടെ മുഖവും ഒപ്പം അവളുടെ വാക്കുകൾ മാത്രമായിരുന്നു. അവളെ തള്ളിയപ്പോൾ നിറഞ്ഞ അവളുടെ കണ്ണുകൾ ഓർക്കും തോറും അവൻ്റെ നെഞ്ചു നീറി. ഇനി ഇവിടെ നിന്നാലും ഞാൻ എന്തെങ്കിലും ചെയ്യും, ഞാൻ പോകുക. അത്രയും പറഞ്ഞ് ഡാനി ഇറങ്ങി. അവൻ പോയതും ശിവ എഴുന്നേറ്റ് പുറത്തു പോയി നിന്നു. അവൻ സിഗരറ്റ് എടുത്ത് വലിച്ചു. എത്ര വലിച്ചിട്ടും മതിയാവാതെ ഒന്ന് കഴിഞ്ഞതും അടുത്തതെടുത്ത് വലിച്ചു. ഒടുവിൽ സിഗരറ്റ് കുറ്റി ദേഷ്യത്തോടെ നിലത്തേക്ക് എറിഞ്ഞുകൊണ്ടവൻ പടികളിറങ്ങി. അഞ്ജലിയും ഗൗതമിനെയും കണ്ട് ഡാനി ജീപ്പ് നിർത്തി അവരുടെ അടുത്തേക്ക് ചെന്നു. ഡാനിയെ കണ്ടതും അഞ്ജലി പിറകിലേക്ക് നോക്കി. അത് മനസ്സിലായതും ഡാനി ഇല്ലെന്ന് തലയാട്ടി. അഞ്ജലി സങ്കടത്തോടെ മുഖം കുനിച്ചു. ഡാനി ഗൗതമിനെയും വിളിച്ചു മാറി നിന്നു. നീ അവളെയും വിളിച്ചുകൊണ്ട് പോവാൻ നോക്ക്, അവൻ വരില്ലടാ. ഞാൻ പറഞ്ഞിട്ട് അവൾ കേൾക്കണ്ടേ? ഭക്ഷണം പോലും കഴിക്കാതെയാണ് ഇരിക്കുന്നത്. എന്താ ഇനി ചെയ്യുക? ശിവയാണെങ്കിൽ കട്ടക്കലിപ്പായിരിക്കുക. അവൻ വന്ന് ഇഷ്ടമല്ലെങ്കിൽ അത് തുറന്ന് പറയണമെന്ന് അവൾ പറയുന്നത്. അതിനകത്തെണ്ടി അത് പറയില്ലല്ലോ. ഇഷ്ടമല്ലെങ്കിൽ അവൻ അപ്പോഴേ അത് അവളോട് പറയില്ലേ? ഗൗതമും ഡാനിയും സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അഞ്ജലി ഓടിപ്പോകുന്നത് ഡാനി കണ്ടത്. അവൻ ഗൗതമിനെ അത് കാണിച്ചതും അഞ്ജലി ഓടി ശിവയെ കെട്ടിപ്പിടിച്ചിരുന്നു. അവനെ ചുറ്റി വരിഞ്ഞ അഞ്ജലി. അവളെ ഒന്ന് തൊടുക പോലും ചെയ്യാതെ ശിവ അതേ നിൽപ്പ് തന്നെ നിന്നു. അവളെ ചേർത്ത് പിടിക്കാൻ കൊതിക്കുന്ന മനസ്സോടെ ദൃഷ്ടി ചുരുട്ടി ശിവ അതേ നിൽപ്പ് തന്നെ നിന്നു. ശിവയെ കണ്ട സന്തോഷത്തിൽ അവനെ കെട്ടിപ്പിടിച്ചതായിരുന്നു അഞ്ജലി. അവളുടെ കണ്ണിലെ നനവ് അവൻ്റെ ഷർട്ടിൽ പടർന്നിരുന്നു. ഇതെല്ലാം കണ്ട് ഡാനിയും ഗൗതമും നോക്കി നിന്നു. രാത്രി ആയതുകൊണ്ട് ആളുകൾ കുറവായിരുന്നുവെങ്കിലും ആളുകളെല്ലാം അവരെ നോക്കി. ബോധം വന്നതും അഞ്ജലി വേഗം അവനിൽ നിന്നും അടർന്നു മാറി. കണ്ണു തുടച്ചുകൊണ്ട് അവൾ ശിവയെ നോക്കി. ശിവ ദൂരേക്ക് നോട്ടം പായിച്ചു നിൽക്കുവാണ്. ഇതിലെ തെറ്റോ ശരിയോ നല്ലതോ ചീത്തയോ ഒന്നും എനിക്കറിയില്ല. വരാൻ പോകുന്ന പ്രശ്നങ്ങളും ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. ഞാൻ എൻ്റെ മനസ്സിലുള്ളതാണ് പറഞ്ഞത്. എത്ര വേണ്ടെന്ന് പറഞ്ഞാലും ആഗ്രഹിക്കുന്നത് ഇത് തന്നെയാണ്. ഐ ലവ് യു ശിവ. അഞ്ജലി പറഞ്ഞു തീർന്നതും ശിവ അവളുടെ കവിളിൽ കുത്തിപ്പിടിച്ചു. അഞ്ജലി പേടിയോടെ അവനെ നോക്കി. അത് കണ്ടതും ഡാനിയും ഗൗതമും അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവർ വരുന്നത് കണ്ടതും ശിവ കൈ ഉയർത്തി അവരെ തടഞ്ഞു. ശിവയെ പേടിച്ചു. പിന്നെ അവർ അനങ്ങിയില്ല. ഗൗതം അഞ്ജലിയെ ദയനീയമായി നോക്കി. നിന്റെ തന്ത ഒരുത്തനെ കണ്ടുപിടിച്ച് തന്നിട്ടില്ലേ നിനക്ക് പ്രേമിക്കാൻ? അടുത്ത മാസം അവൻ്റെ ഭാര്യയാവേണ്ട പെണ്ണല്ലേ നീ? പ്രേമം പോലും നിന്റെ പുറകെ ഒലിപ്പിച്ച് നടക്കാൻ ഒരുപാട് പേരുണ്ടാവും. ആ കൂട്ടത്തിൽ ശിവയെ കൂട്ടണ്ട. മര്യാദയ്ക്ക് പൊയ്ക്കോ. ഇനി എൻ്റെ കൺവെട്ടത്ത് കണ്ടു പോകരുത്. അവളെ പുറകിലേക്ക് തള്ളി ശിവ തിരിഞ്ഞു നിന്നു. അഞ്ജലി അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. ഗൗതം അഞ്ജലിയുടെ അടുത്ത് വന്ന് നിന്നു. അഞ്ജു വാ, നമുക്ക് പോകാം. അവൻ നിന്നെ എന്തെങ്കിലും ചെയ്യും. എന്നെ കൊന്നാലും ഇതിന് മറുപടി കിട്ടാതെ ഞാൻ വരില്ല ഗൗതം. എന്നോടൊരു തരി സ്നേഹം പോലും ഇല്ലെങ്കിൽ അത് മുഖത്ത് നോക്കി പറയട്ടെ. അഞ്ജലി കുറച്ചുറക്കെയാണ് പറഞ്ഞത്. അത് കേട്ടതും വീണ്ടും ശിവയുടെ മുഖം ചുവന്നു. അഞ്ജലിയുടെ വാക്കുകൾ കേട്ട് ഡാനി ശിവയെ നോക്കി ചിരിച്ചു. ശിവ വീണ്ടും അഞ്ജലിയുടെ അടുത്തേക്ക് അടുത്തതും ഗൗതം അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. പ്ലീസ്, അവളെ ഇനി ഉപദ്രവിക്കരുത്. തല്ലാൻ മാത്രം വലിയ തെറ്റൊന്നും അവൾ ചെയ്തില്ലല്ലോ. ശിവയുടെ മിഴികൾ പാഞ്ഞത് അഞ്ജലിയുടെ നേരെ ആയിരുന്നു. അഞ്ജലി ഒട്ടും പതറാതെ അവനെ തന്നെ നോക്കി നിൽക്കുവാണ്. ശിവ ഗൗതമിനെ മാറ്റി അഞ്ജലിയുടെ അടുത്ത് പോയി നിന്നു. എന്താ നിനക്ക് വേണ്ടത്? നിന്നോടല്ലടി ഞാൻ ഇത്രയും നേരം. ഇഷ്ടമല്ലെങ്കിൽ എന്നാ അത് പറ. അഞ്ജലിയുടെ മറുപടിയും അവളുടെ മിഴികളും അവൻ്റെ ഹൃദയത്തിൽ ചെന്നുകൊണ്ടു. അവൾക്ക് മുന്നിൽ പതറരുത് എന്നും ശിവ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടേയിരുന്നു. അവളിൽ നിന്ന് മുഖം തിരിച്ച് ശിവ ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു. അവൻ്റെ മുന്നിലേക്ക് ഡാനി കയറി നിന്നു. നീ ഇപ്പോഴും അവൾക്ക് മറുപടി കൊടുത്തില്ലല്ലോ. ഡാനിയെ രൂക്ഷമാക്കി നോക്കി ശിവ ബൈക്കിൽ കയറിയിരുന്നു. അഞ്ജലി ചിരിച്ചുകൊണ്ട് ഗൗതമിനെ നോക്കി. ശിവ ബൈക്ക് സ്റ്റാർട്ട് ചെയ്തതും അഞ്ജലി അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഏയ് റൗഡി. ശിവ അവളുടെ വരവ് കണ്ടതും അവളെ നോക്കാതെ മുന്നിലേക്ക് നോക്കി. അഞ്ജലി അവൻ്റെ അടുത്ത് വന്നു. ഇനി താൻ പറയണ്ട, എനിക്ക് മറുപടി കിട്ടി. പുഞ്ചിരിയാൽ അഞ്ജലി പറഞ്ഞതും ശിവ അവളെ പുരികെ ഉയർത്തി നോക്കി. എൻ്റെ മുഖത്ത് നോക്കി ഇഷ്ടമല്ലെന്ന് പറയാൻ കഴിയില്ലെങ്കിൽ അതിനർത്ഥം ഒന്നേ ഉള്ളൂ, തനിക്ക് എന്നോട് ചെറിയൊരു ഇഷ്ടമെങ്കിലും ഉണ്ട് എന്ന്. അത് മതി എനിക്ക്. ഇനി പറയണമെന്നില്ല. ഇത്രയും മതി. അഞ്ജലി അത്രയും പറഞ്ഞുകൊണ്ട് ഗൗതമിൻ്റെ അടുത്ത് പോയി. അവനോട് പോകുകയാണെന്ന് പറഞ്ഞ് അവൻ്റെ കൂടെ കാറിൻ്റെ അടുത്തേക്ക് നടന്നു. ശിവ അവളെ തന്നെ നോക്കി ബൈക്കിലിരിക്കുവാണ്. അഞ്ജലി പെട്ടെന്ന് ഓർത്ത പോലെ നിന്നു. പിന്നെ തിരിച്ച് ശിവയുടെ അരികിലേക്ക് തന്നെ നടന്നു. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച ദിവസം ഇന്നാണ്.
കൂട്ടിലിട്ട് വളർന്ന എൻ്റെ മനസ്സ് പുറത്തു വന്നത് ഇന്നാണ്. അന്ന് തട്ടിക്കൊണ്ട് പോയതിന് താങ്ക്സ്. അല്ലെങ്കിൽ ഈ റൗഡിയെ ഞാൻ കാണില്ല. അഞ്ജലി പറയുന്നത് കേട്ടെല്ലാം ശിവ യാതൊരു പ്രതികരണവും ഇല്ലാതിരുന്നു. പെട്ടെന്നാണ് അഞ്ജലി കുനിഞ്ഞുകൊണ്ട് ശിവയുടെ കവളിൽ ഉമ്മ വെച്ചത്. ശിവ ഞെട്ടിപ്പോയി. ഒപ്പം ഗൗതമും ഡാനിയും ഞെട്ടി. ഐ ലവ് യു. എന്നെ തള്ളി ഈ കവളിൽ തന്നെ എൻ്റെ റൗഡിയെ കൊണ്ട് ഞാൻ കിസ് ചെയ്യിപ്പിക്കും. ഇനി അങ്ങോട്ട് ഈ റൗഡി അഞ്ജലിയുടെയാണ്. അത്രയും പറഞ്ഞ് അഞ്ജലി ഗൗതമിൻ്റെ അടുത്തേക്ക് പോയി. അന്തം വിട്ടു നിൽക്കുന്ന ഗൗതമിനെ പിടിച്ചവൾ കാറിൽ കയറി. അവൾ പോയിട്ടും ശിവ അനങ്ങിയില്ല. ഡാനി ചിരിയടക്കി അവനെ നിന്ന് നോക്കി. ആ ലിപ്സ്റ്റിക്ക് തുടച്ചു കളഞ്ഞ് വരാൻ നോക്ക് മോനെ, ഡാനി പറഞ്ഞുകൊണ്ട് ജീപ്പ് എടുത്ത് പോയിരുന്നു. ശിവ ബൈക്കിൽ നിന്നും ഇറങ്ങി കടൽ ലക്ഷ്യം വെച്ച് നടന്നു. കടൽ കാറ്റേറ്റ് അവൻ ആ മണൽപ്പരപ്പിൽ കിടന്നു. മൂടിക്കെട്ടിയ ആകാശം പോലെ അവൻ്റെ മനസ്സും സംഘർഷം നിറഞ്ഞതായിരുന്നു. പതിയെ കൈ ഉയർത്തി അവൻ കവളിൽ തൊട്ടു. അവളുടെ ചുണ്ടിൻ്റെ ചൂടിപ്പോഴും അവിടെ ഉണ്ടെന്ന് തോന്നി. അറിയാതെ ചുണ്ടുകൾ വിടർന്നെങ്കിലും അടുത്ത നിമിഷം അത് മാഞ്ഞു. കണ്ണിൽ ചുവപ്പ് പടർന്നു. ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. ദേഷ്യത്തോടെ എഴുന്നേറ്റു അവൻ നടന്നു. ശിവയുടെ ബനിയൻ കെട്ടിപ്പിടിച്ച് കിടക്കുകയായിരുന്നു അഞ്ജലി. അത്രയും നേരത്തെ ക്ഷീണം കൊണ്ട് കണ്ണുകൾ അടയുന്നുണ്ടെങ്കിലും അവൾക്കുറങ്ങാൻ കഴിഞ്ഞില്ല. മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ശിവയുടെ രൂപം അവളുടെ ഉറക്കം നഷ്ടപ്പെടുത്തി. അവൻ്റെ ഓർമ്മകളെ തലോടി അവൻ്റെ ബനിയൻ ഇറുക്കെ പിടിച്ച് അഞ്ജലി ഉറങ്ങി. ആ പെണ്ണിൻ്റെ മനസ്സ് കാണാതെ ദൂരെ അവനും ഉറങ്ങുന്നുണ്ടായിരുന്നു. പിറ്റേന്ന് ഗൗതം ഹോസ്റ്റലിലേക്ക് പോയി. അഞ്ജലിയോട് കോളേജിൽ പോകണ്ടെന്ന് പറഞ്ഞ് രമേശ് ബാംഗ്ലൂരിൽ പോയി. ബിസിനസ് മീറ്റിംഗ് ആയിരുന്നു. അയാൾ പോയത് ആശ്വാസമായ ശാലിനിക്കായിരുന്നു. അവൾ അത്രയും പേടിയാണ് രമേശിനെ. രമേശ് പോയതും അഞ്ജലി ശിവയെ കാണാൻ വേണ്ടി രാധയോട് കള്ളം പറഞ്ഞ് പുറത്തിറങ്ങി. സ്കൂട്ടിയിലായിരുന്നു അവൾ പോയത്. നേരെ കോളനിയിലേക്ക് പോയി. സമയം ഉച്ചയോടടുത്തായിരുന്നു. അഞ്ജലി നേരെ ലക്ഷ്മിയുടെ അടുത്തേക്കാണ് പോയത്. അമ്മ സ്കൂളിൽ പോയിരുന്നു. കുറച്ച് സമയം അവരുടെ കൂടെ സംസാരിച്ച് അഞ്ജലി പതിയെ മുകളിലേക്ക് കയറി. അവൾക്ക് പേടിയുണ്ടായിരുന്നു. എങ്കിലും അതിനേക്കാൾ മുകളിൽ ശിവയെ കാണാനുള്ള ആഗ്രഹമായിരുന്നു. വാതിൽ തുറന്നു കിടക്കുന്നത് കണ്ട് അഞ്ജലി അകത്തേക്ക് നോക്കി. ആരെയും കാണാതെ വന്നതും അവൾ അകത്തു കയറി. അവൾ കിടന്നിരുന്ന മുറിയിലേക്ക് മിഴികൾ പാഞ്ഞതും മനസ്സിലെ ഓർമ്മകൾ നിറഞ്ഞുകൂടി. ഒരു പുഞ്ചിരിയോടെ അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് ശിവ കുളി കഴിഞ്ഞിറങ്ങി വന്നത്. പെട്ടെന്നായതുകൊണ്ട് അഞ്ജലി ഞെട്ടി. ഒട്ടും പ്രതീക്ഷിക്കാതെ അഞ്ജലിയെ കണ്ട ഭാവം ശിവയിലും ഉണ്ടായിരുന്നു. ആ ഭാവം ദേഷ്യമായി മാറാൻ അധിക സമയം വേണ്ടി വന്നില്ല. നിന്നോട് ആരാടി പുല്ലേ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? ആരെങ്കിലും പറഞ്ഞിട്ട് വേണോ എൻ്റെ ചെക്കനെ എനിക്ക് കാണാൻ വരാൻ? ഇറങ്ങിപ്പൊക്കോ ഈ നിമിഷം. ഇല്ല, ഞാനങ്ങനെ ചുമ്മാ പോവില്ല. ഡീ പുല്ലേ, നിനക്ക് ഇന്നലെ കിട്ടിയതൊന്നും പോരെ? എൻ്റെ കയ്യിൻ്റെ ചൂട് നീ ഇനിയും അറിയും. ആ ചൂട് ഞാൻ അറിഞ്ഞതല്ലേ. കല്യാണം കഴിഞ്ഞാൽ എന്തായാലും എനിക്ക് 2 കിട്ടുമെന്ന് എനിക്ക് ഉറപ്പാ. അതിൽ നിന്നും 1 ഞാൻ അങ്ങ് കുറച്ചു. അതത്രയേ ഉള്ളൂ. അഞ്ജലിയുടെ സംസാരം ശിവയെ കൂടുതൽ ദേഷ്യം കൊള്ളിച്ചു. അവൻ ഷർട്ട് എടുത്തിട്ട് പുറത്തു പോകാൻ നിന്നതും അഞ്ജലി വാതിലടച്ച് അവൻ്റെ മുന്നിലേക്ക് കയറി നിന്നു. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോൾ നീ അന്ന് ഞാൻ ഇവിടെ ഓടിപ്പോയില്ലേ? അന്ന് എന്നെ പിടിച്ചുകൊണ്ട് വന്നപ്പോൾ പോലും ഇത്രയും ദേഷ്യമില്ലായിരുന്നല്ലോ. അതെന്താ? തുറക്കടി വാതിൽ. അലറണ്ട, തുറക്കാം. ഞാൻ ചുമ്മാ കാണാൻ വന്നതിൻ്റെ റൗഡിയെ. നിനക്ക് കാണാനൊരു അമേരിക്കൻ സായിപ്പുണ്ടല്ലോ, അവൻ്റെ മോന്ത പോയി കണ്ടോ? അവനെ ഇത്ര ഗ്ലാമർ ഇല്ലെന്നേ. അവളുടെ സംസാരം കേട്ട് ശിവ ദേഷ്യത്തിൽ അവളെ വാതിൽ നിന്നും പിടിച്ചു തള്ളിയതും അഞ്ജലി ചുമരിലിടിച്ച് താഴെ വീണു. കാര്യമായൊന്നും സംഭവിച്ചില്ലെങ്കിലും അവസരം മുതലാക്കാൻ വേണ്ടി അവൾ കരഞ്ഞു. ഉറക്കെ കരഞ്ഞതും ശിവ അവളുടെ അടുത്ത് വന്ന് നിന്നു. അഞ്ജലി കൈയൊഴിഞ്ഞുകൊണ്ട് വീണ്ടും കരയാൻ തുടങ്ങി. വെറുതെ അഭിനയിക്കേണ്ട, നിനക്ക് വേദനയില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ? എൻ്റെ വേദന എനിക്കേ അറിയൂ. അഞ്ജലിയെ കൈ പിടിച്ചുകൊണ്ട് പതിയെ എഴുന്നേറ്റു. കൈ വേദനിച്ചില്ലെങ്കിലും അവൾക്ക് സങ്കടം തോന്നിയത് ശിവയുടെ പെരുമാറ്റമാണ്. അവനൊന്ന് നോക്കുക പോലും ചെയ്യാത്തത് അവളുടെ മനസ്സിലൊരു നോവായി. ആര് വന്ന് സഹായം ചോദിച്ചാലും ചെയ്യില്ലേ? എൻ്റെ മനസ്സൊന്ന് കണ്ടൂടെ? നിറഞ്ഞ മിഴികളോട് അഞ്ജലി ചോദിച്ചതും ശിവയുടെ ഹൃദയം പിടഞ്ഞു. അവന് കുറ്റബോധം തോന്നി. അവൻ അവളിൽ നിന്ന് മുഖം തിരിച്ചു. അഞ്ജലി കണ്ണു തുടച്ചുകൊണ്ട് ചിരിക്കാൻ ശ്രമിച്ചു. ഞാൻ പോവുക. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി പോകാൻ വേണ്ടി വാതിൽ തുറന്നതും ശിവ അവളുടെ കയ്യിൽ പിടിച്ചു. അഞ്ജലി ഞെട്ടി തിരിഞ്ഞ് ശിവയെ നോക്കി. ശിവ തിരിഞ്ഞു നിൽക്കുക തന്നെയാണ്. പക്ഷെ അവൻ്റെ പിടി അവളുടെ കൈകളിൽ മുറുകി. അഞ്ജലിക്ക് ആ സമയം സന്തോഷം തോന്നി. അവൾ ശിവയെ തന്നെ നോക്കി നിന്നു. ഇനി എന്നെ കാണാൻ വരരുത്. ഇതൊക്കെ നിന്റെ മനസ്സിൽ ഈ പ്രായത്തിൽ തോന്നുന്നതാണ്. നിനക്ക് നല്ലൊരു ജീവിതമുണ്ട്. ഇവിടെ വന്നു പോയി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കാരണം നിന്റെ ജീവിതം നശിക്കും. ശിവയുടെ കൂടെ ഉള്ളവരെയെല്ലാം ഒരേ കണ്ണോടെ കാണുന്ന സമൂഹമാണ്. നിന്റെ നല്ലതിനു വേണ്ടിയാണ് പറയുന്നത്. ഇനി ഇങ്ങോട്ട് വരരുത്.
ഇതെല്ലാം എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ പറയുന്നത്? അഞ്ജലിയുടെ വാക്കുകൾ കേട്ടതും ശിവ തിരിഞ്ഞു നിന്നു. അവളുടെ കയ്യിൽ നിന്നും പിടിവിട്ടു. അവൻ്റെ മിഴികളിലെ ചുവപ്പിൽ അവളൊന്ന് പകച്ചു. നീ ഒരു ക്യാഷിന് മുകളിൽ ജനിച്ചതാണ്. നിനക്ക് വാശി പിടിച്ചാൽ കിട്ടുന്ന പലതും ഉണ്ടാവും ഈ ലോകത്ത്. പക്ഷേ ശിവ അങ്ങനെയല്ല. അഴുക്ക് നിറഞ്ഞ കുപ്പത്തൊട്ടിയിൽ കിടന്നതാണ് ഞാൻ. ഈ ലോകത്ത് സ്വന്തമെന്ന് പറയാൻ ഒരു പുൽക്കൊടി പോലും ഇല്ലാത്തവൻ. ഇതെല്ലാം പറയുന്നത് നിന്റെ നന്മയെ കരുതിയാണ്. ആരുമല്ലാത്ത എൻ്റെ നന്മ എന്തിനാ നീ നോക്കുന്നേ? ഇവിടെ വന്ന് എനിക്ക് എന്ത് ചീത്തപ്പേര് വന്നാലും അത് കാരണം എൻ്റെ ജീവിതം തകർന്നാലും എനിക്ക് യാതൊരു സങ്കടവുമില്ല. കാരണം അപ്പോൾ എൻ്റെ കൂടെ നീ ഉണ്ടാവും. അവൻ്റെ മിഴികൾ നോക്കി വീറോട് അഞ്ജലി പറയുമ്പോൾ ശിവ ശരിക്കും തരിച്ചുപോയി. സ്നേഹത്തിൻ്റെ ഒരു അടയാളം പോലും അവൾക്ക് നൽകാഞ്ഞിട്ട് പോലും അവൾ തന്നെ വിശ്വസിക്കുന്നത് കണ്ട് അവൻ ആശ്ചര്യപ്പെട്ടു. അഞ്ജലി ശിവയോട് ഒന്നുകൂടെ ചേർന്ന് നിന്നു. എൻ്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഈ റൗഡിയുടെ കൈ കൊണ്ടായിരിക്കും. ഇനി അത് നടന്നില്ലെങ്കിൽ ആ താലി വീഴുന്ന നിമിഷം അഞ്ജലി ഭൂമിയിൽ ഉണ്ടാവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് അഞ്ജലി വാതിൽ തുറന്ന് പുറത്തിറങ്ങി. അവൾ കണ്ണിൽ നിന്നും മറഞ്ഞിട്ടും ശിവ അതേ നിൽപ്പ് നിന്നു. അവളുടെ വാക്കുകളുടെ തീവ്രതയിൽ അവൻ തരിച്ചു പോയിരുന്നു. അഞ്ജലി താഴേക്ക് ഇറങ്ങുമ്പോഴാണ് ഡാനി വരുന്നത് അവൾ കണ്ടത്. അവനെ കണ്ടതും അവൾക്കൊരു കുസൃതി തോന്നി. ഡാനി പടികൾ കയറാൻ തുടങ്ങിയപ്പോഴാണ് അഞ്ജലി അവൻ കണ്ടത്. അവളെ കണ്ടതും ഡാനി അമ്പരക്കുകയും ഒപ്പം ചിരിക്കുകയും ചെയ്തു. എന്നാൽ അഞ്ജലി നാണം അഭിനയിച്ചുകൊണ്ട് ഷോള് കൊണ്ട് ചുണ്ട് പൊത്തി പടികൾ ഇറങ്ങിപ്പോയി. ഡാനി അവളെ തന്നെ സൂക്ഷിച്ചു നോക്കി. അഞ്ജലി പോയതും ഡാനി മുകളിലേക്ക് ഓടിക്കയറി നേരെ ശിവയുടെ അടുത്തേക്ക് വന്നു. ശിവയുടെ നിൽപ്പ് കൂടെ കണ്ടതോടെ അവൻ കാര്യങ്ങൾ ഊഹിച്ചെടുത്തു. പിന്നെ കള്ളച്ചിരിയോടെ ശിവയുടെ അടുത്തേക്ക് വന്നു. ഡാ കള്ള, കിസ്സടിച്ചു അല്ലേ? പോട പന്നി, അവൻ്റെ ഒരു കിസ്. അവനെ തള്ളി മാറ്റി ശിവ ഇറങ്ങിപ്പോയി. ഡാനി കസേരയിലേക്ക് വീണു അന്തം വിട്ട് നോക്കി നിന്നു. അവള് പിടിച്ച് ഉമ്മ വെച്ചതിന് എന്നോടെന്തിനു ദേഷ്യം? അവൻ്റെയൊക്കെ ഒരു യോഗം. ചോദിക്കാൻ പോലും നിൽക്കാതെ ഉമ്മ കൊടുക്കാൻ ആളായി. ഞാനിങ്ങനെ പുരനിറഞ്ഞു നിൽക്കത്തേ ഉള്ളൂ, അവൻ മനസ്സിൽ പറഞ്ഞു. അന്നേരമാണ് അവിടേക്ക് അവരുടെ കൂട്ടത്തിൽ ഒരാൾ വന്നത്. ഡാനി, ശിവേട്ടൻ ചെല്ലാൻ പറഞ്ഞു, ഒരു വർക്കുണ്ടെന്ന്. ആ ദാ വരുന്നു. അവൻ്റെ കൂടെ ഡാനി ഇറങ്ങിപ്പോയി. ഒരു കമ്പനിയുടെ സ്ഥലം കൈയേറ്റം ചെയ്ത ഗുണ്ടകളെ ഒഴിപ്പിക്കാനായിരുന്നു അവർ പോയത്. അടിയും പിടിയും വഴക്കുമെല്ലാം കഴിഞ്ഞവർ തിരിച്ചു വന്നത് രാത്രിയായിരുന്നു. അവരുടെ സ്ഥിരം സ്ഥലത്തിരുന്ന് മദ്യപിക്കുമ്പോഴാണ് ശിവ മാത്രം ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് ഡാനി കണ്ടത്. കയ്യിൽ ഒരു ഗ്ലാസ് മദ്യം കൊണ്ട് ഡാനി അവൻ്റെ അരികിലേക്ക് ചെന്നു. ശിവയ്ക്ക് നേരെ ഡാനി ഗ്ലാസ് നീട്ടിയതും ശിവ അത് വാങ്ങി ഒറ്റവലിക്ക് മുഴുവൻ കുടിച്ചു. എന്താടാ നീ ഒഴിഞ്ഞു മാറി നിൽക്കുന്നേ? ഡാ, നീ എനിക്ക് ആരാടാ? അതെന്താ ഇപ്പം അങ്ങനെ ഒരു ചോദ്യം? പറടാ, നീ എനിക്കാരാ? ഞാൻ നിന്റെ നൻപൻ, അതിലുപരി എൻ്റെ എല്ലാം. ശിവയ്ക്കൊരു കൂട്ടുണ്ടെങ്കിൽ അത് ഈ ഡാനി മാത്രമായിരിക്കും. ശിവ എവിടെയുണ്ടോ അവിടെ ഡാനിയും ഉണ്ടാകും. മദ്യത്തിൻ്റെ ലഹരിയിലായെന്നു ഡാനി പറഞ്ഞത് എങ്കിലും അവൻ മനസ്സറിഞ്ഞാണ് പറഞ്ഞത്. ശിവ അവനെ നോക്കി. ശിവ ഡാനിയെ കെട്ടിപ്പിടിച്ചു. പെട്ടെന്നുള്ള അവൻ്റെ പെരുമാറ്റം കണ്ട് ഡാനി അമ്പരന്നു. അവൻ ശിവയെ അടർത്തി മാറ്റി അവനെ ഉറ്റുനോക്കി. ഇനിയെങ്കിലും തുറന്നു പറ ശിവ, നീ അഞ്ജലിയെ സ്നേഹിക്കുന്നില്ലേ? എന്നോടെന്തിനാ നീ മറച്ചു വയ്ക്കുന്നേ? ശിവ അവനിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് തിരിഞ്ഞു നിന്നു. അത് കണ്ടതും ഡാനിക്ക് ദേഷ്യം വന്നു. അവൻ ശിവയുടെ മുന്നിലേക്ക് കയറി നിന്നു. നീ എന്തിനെന്നോട് മറച്ചു വയ്ക്കുന്നത്? നിന്റെ ഡാനിയോട് പോലും പറയാൻ പറ്റാത്ത എന്താടാ നിന്റെ ജീവിതത്തിലുള്ളത്? ഒന്നുമില്ലടാ, പക്ഷെ വേണ്ട, നീ പോയി ഒരു ഗ്ലാസ് കൂടെ കൊണ്ടുവാ. ഞാൻ അറിയാൻ പാടില്ലാത്ത രഹസ്യങ്ങളൊക്കെ ഉണ്ടല്ലേ? മനസ്സിലായി. ഡാനി നിനക്ക് ആരുമല്ലെന്ന് മനസ്സിലായി. ഡാനി ദേഷ്യത്തിൽ പോകാൻ നിന്നതും ശിവ അവൻ്റെ ചുമലിൽ കൈവച്ച് തടഞ്ഞു. അവൻ്റെ മുഖത്ത് നോക്കാതെ ശിവ ദൂരേക്ക് നോക്കി. അഞ്ജലിക്ക് റൗഡിയോട് പ്രണയം തുടങ്ങും മുന്നേ അഞ്ജലിയോട് ഈ റൗഡിക്ക് പ്രണയം തോന്നിയിട്ടുണ്ടടാ. അവൾ എന്നെ ഇഷ്ടപ്പെടുന്നതിന് മുന്നേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന നിമിഷം അവൾ എൻ്റെ മനസ്സിൽ കയറിയിട്ടുണ്ട്. അന്നു മുതൽ അവൾ എൻ്റെ ഹൃദയത്തിലുണ്ടടാ. ശിവയുടെ വാക്കുകൾ കേട്ട് ഡാനി തരിച്ചു നിന്നു. അവൻ തിരിഞ്ഞ് ശിവയെ നോക്കി. അപ്പോഴും ശിവ ദൂരേക്ക് നോക്കി നിൽക്കുകയായിരുന്നു.